ഹായ് ഗൈസ്, ആഷ് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂവി കാണുവാണ്. ഐ വാച്ച്ഡ് ഓൾ മൂവീസ്. റീസെൻ്റ്ലി റിലീസായ എല്ലാ മൂവീസും തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടിട്ടുള്ളത്, ഇൻക്ലൂഡിങ് കങ്കുവ. ബട്ട് എനിക്ക് കണ്ടതിൽ അത്യാവശ്യം കുറച്ച് ഹാപ്പി ഫീലിംഗ് ഒക്കെ തോന്നിയത് യെസ്റ്റർഡേ ഹലോ മമ്മി കണ്ടായിരുന്നു. ഇറ്റ്സ് എ ഹൊറർ, കൈൻഡ് ഓഫ് ഹൊറർ. നമ്മൾ നോർമലി ഉള്ള ഒരു ഹൊറർ അല്ല, ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. സോ ഇറ്റ്സ് ഗുഡ് മൂവി. ഒരുപാട് ചിരിക്കാനുണ്ട്. ഇറ്റ്സ് ഫണ്ണി, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫണ്ണി. അതുപോലെ ഒരു സ്റ്റോറി ഉണ്ട്, ടൈപ്പ് ഓഫ് ഹൊറർ ഉണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ദിസ് മൂവി. സോ ഇന്ന് വന്നിരിക്കുന്നത് സൂക്ഷ്മദർശിനിയാണ്. ഐ ഡോണ്ട് നോ മൂവി എങ്ങനെയാണെന്ന് അറിയില്ല, കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം. സോ അതിന് മുന്നേ ഒരുപാട് മൂവീസ് കണ്ടായിരുന്നു, ബട്ട് എനിക്ക് എല്ലാം വലിയ ഭയങ്കര മൂവിയായിട്ട് തോന്നിയില്ല. ഐ ആം കാതലൻ കണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഗുഡ് മൂവി. അതിപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, മൊബൈൽ എക്സ്പീരിയൻസസും ഗുഡ്. ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടായാം കാതലൻ, അതുപോലെ ലക്കി ഭാസ്കർ. ഇതിനെല്ലാം ഒരു വെറൈറ്റി സ്റ്റോറീസ് ഉള്ളൊരു മൂവിയായിട്ടാണ് കണ്ടത്. പിന്നെ കങ്കുവ ഈസ് ഫുൾ ഓഫ് വയലൻസ്. എനിക്കത് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടില്ല, ബിക്കോസ് ഫുൾ ഓഫ് വയലൻസ് ഒരു സ്റ്റോറീൻ്റെ അത് വന്നപ്പോൾ എല്ലാവരും റിവ്യൂസ് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഒരു ഫെയിലുവറായിട്ട് തോന്നി. ഒരുപാട് ടെറിബിളായിട്ടുള്ള ഒരുപാട് വിഷ്വൽസ്, ഒരുപാട് വയലൻസ് അതിലുണ്ട്. സോ ഇപ്പോൾ തിയേറ്ററിൽ കിടക്കുന്ന മൂവീസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഐ ആം കാതലൻ ഇറ്റ്സ് ഗുഡ് മൂവി, ലക്കി ഭാസ്കർ ഇസ് ഗുഡ് മൂവി, ആൻഡ് ഇന്ന് സൂക്ഷ്മദർശിനി റിലീസ് ആവുന്നുണ്ട്, അത് ഗുഡ് മൂവിയാണ്. അതുപോലെ തന്നെ ഹലോ മമ്മി ഇറ്റ്സ് ഓൾസോ ഗുഡ് മൂവി. ഫാമിലി ആയിട്ടും ഹൊറർ ആണെങ്കിലും ഫാമിലി ആയിട്ടും കിഡ്സുമായിട്ടും അതുപോലെ ലൈക്ക് ഫ്രണ്ട്സുമായിട്ടും ഒക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു ഗുഡ് മൂവിയാണ്.